നമസ്കാരം, ഇത് ടുഡേ ലൈവ് ന്യൂസ്. പ്രധാന വാർത്തകൾക്കായി സ്വാഗതം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇസ്രായേൽ ഇറാനിലെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിന് പിന്നാലെ ശക്തമായ മറുപടിയുമായി ഇറാൻ രംഗത്തെത്തി. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിനെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ആശങ്കകൾക്കിടയാക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഖത്തറിൽ നിന്നാണ് ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാവുകയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. മധ്യപൂർവേഷ്യയിൽ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാകും. അമേരിക്കയും ഇസ്രായേലും മറ്റ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേരുമോ എന്ന ആശങ്കയിലാണ്. ഇരു രാജ്യങ്ങളും കനത്ത ആക്രമണങ്ങൾ നടത്തുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനു ശേഷം ഹോർമൂസിനെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളും ഇറാൻ നിർണായകമായ ഒരു തീരുമാനമെടുത്തതും നമ്മൾ കണ്ടതാണ്. ഹോർമൂസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്താൻ ഇറാൻ നീങ്ങുന്നതോടെ ആഗോള ഇന്ധന വിപണിയിൽ ആശങ്ക. യുദ്ധം അവസാനിച്ചതിനു ശേഷം പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നു. യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ഇറാനെതിരെയുള്ള പ്രതികാര ദിനങ്ങളാണിത്. 12 രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു.